ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഇൻ്റർനെറ്റ് സംബന്ധമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ട്രിക്കാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ മൊബൈലിൽ നിങ്ങൾ കാണാൻ സാധിക്കും, സ്റ്റാറ്റസ് ബാർ താഴ്ത്തി കഴിഞ്ഞാൽ മൊബൈൽ ഡാറ്റ ഓണിലാണ് ഉള്ളത്. പക്ഷേ ഇൻ്റർനെറ്റ് വർക്കാകുന്നേയില്ല. ഞാനിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്താണ്. യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ കണക്റ്റ് ടു ദ ഇൻ്റർനെറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ഇൻ്റർനെറ്റ് ഓണിലും ആണ് ഉള്ളത്. ഇൻ്റർനെറ്റിൻ്റെ ഒരു സംഭവം ഇനി നിങ്ങളുടെ മൊബൈലിൽ പ്രവർത്തിക്കുകയില്ല. മൊബൈലിൻ്റെ കംപ്ലൈൻ്റ് ആണോ, അതുമല്ല നിങ്ങളുടെ സിമ്മിൻ്റെ പ്രശ്നങ്ങളാണോ, കണക്ഷൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ, ഒന്നും തന്നെയല്ല. നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ നമ്മളൊരു ട്രിക്ക് ഉപയോഗിച്ചതാണ്. ഈ ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകും. അതൊക്കെ നമുക്ക് വിശദമായിട്ട് വീഡിയോയിൽ തുടർന്ന് കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓളുന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. 2 ഗുണങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്സിൻ്റെ ട്രിക്ക് അറിഞ്ഞാൽ കിട്ടുന്നത്. ഒന്നാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മൊബൈൽ ആവശ്യപ്പെട്ടുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ സമീപിക്കുമ്പോൾ, അത് കുട്ടികളാകട്ടെ മുതിർന്നവരാകട്ടെ ആരുമാകട്ടെ, നിങ്ങൾക്ക് അദ്ദേഹത്തിന് മൊബൈൽ കൊടുക്കാൻ ഉദ്ദേശമില്ല അല്ലെങ്കിൽ ഇഷ്ടമല്ല, എന്നാലും മൊബൈൽ കൊടുത്തേ തീരൂ. അദ്ദേഹത്തിന് ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് മൊബൈൽ കൈമാറി കഴിഞ്ഞാൽ, അവർക്ക് എന്തായാലും ഇൻ്റർനെറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ നിങ്ങളെ സമീപിച്ചത്. അവർക്കൊരിക്കലും തന്നെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനേ സാധിക്കില്ല. അവർ ഓൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇൻ്റർനെറ്റ് ക്ലോസ് ചെയ്ത് വീണ്ടും കണക്ട് ചെയ്താലും ഒന്നും തന്നെ ഇൻ്റർനെറ്റ് വർക്കാകുകയില്ല. രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സെറ്റിങ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻ്റർനെറ്റിൻ്റെയോ അല്ലെങ്കിൽ മൊബൈലിൻ്റെയോ കുഴപ്പമല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രിക്ക് കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്കിതെങ്ങനെ മൊബൈലിലെ സെറ്റിങ്സിൽ ഇത് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് മൊബൈലിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഞാനിവിടെ സ്റ്റാറ്റസ് ബാർ താഴ്ത്തിയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഇവിടെ എൻ്റെ മൊബൈൽ ഡാറ്റ ഓണിലാണ് ഉള്ളത്. യൂട്യൂബൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ വർക്കാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഇതൊക്കെ ക്ലോസ് ചെയ്യാണ്. മൊബൈലിൻ്റെ സെറ്റിങ്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ തന്നെ കണക്ഷൻസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്കിവിടെ മൊബൈൽ നെറ്റ്വർക്ക്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏത് മൊബൈലാണെങ്കിലും മൊബൈൽ നെറ്റ്വർക്ക്സ് എന്നൊരു ഓപ്ഷൻ എന്തായാലും സെറ്റിങ്സിൽ ഉണ്ടാകും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യാം. അതിനുശേഷം ഇവിടെ ആക്സസ് പോയിൻ്റ് നെയിംസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ചില ബ്രാൻഡുകൾ ഉപയോഗിക്കുമ്പോൾ അത് പല ലൊക്കേഷനിലായിരിക്കും ആക്സസ് പോയിൻ്റ് നെയിംസ് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ നിങ്ങൾ സെർച്ച് ബാറിൽ ആക്സസ് പോയിൻ്റ് നെയിംസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഞാനിവിടെ ആക്സസ് പോയിൻ്റ് നെയിംസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ആ ഒരു ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻ ഇവിടെ കണക്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഏത് ഇൻ്റർനെറ്റ് കണക്ഷനാണ് ഉപയോഗിക്കുന്നത്, ഐഡിയ ആണോ എയർടെൽ ആണോ, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കണക്റ്റഡ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ അതൊന്ന് ഓപ്പൺ ചെയ്യുക. അതായത് ഏതാണ് കണക്റ്റഡ് ആയിട്ടുള്ളത് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാകും. ഇതിലൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. വലതുവശത്ത് അല്ലെങ്കിൽ താഴെ എവിടെയെങ്കിലും ഒരു 3 ഡോട്ട്സോ അല്ലെങ്കിൽ മോർ എന്ന ഓപ്ഷനോ ഉണ്ടാകും. എൻ്റെ മൊബൈലിൽ ഇവിടെ മുകളിൽ 3 ഡോട്ട്സ് ആണ് കാണുന്നത്. ജസ്റ്റ് ഞാൻ ഇവിടെ ടാപ്പ് ചെയ്യാണ്. ഇവിടെ ഡിലേറ്റ് APN എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ഡിലേറ്റ് APN കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നേരത്തെ കണക്റ്റ് ആയിട്ടുള്ള ആ ഒരു സംഭവം ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. നമുക്ക് സ്റ്റാറ്റസ് ബാറും താത്തി നോക്കാം. ഇവിടെ മൊബൈൽ ഡാറ്റ പഴയതുപോലെ തന്നെ കൃത്യമായിട്ട് കണക്റ്റഡ് ആയിട്ടുമുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണക്റ്റ് ടു ദ ഇൻ്റർനെറ്റ് എന്നാണ് കാണിക്കുന്നത്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, യൂട്യൂബ് ഓപ്പൺ ആകുന്നില്ല. മൊബൈൽ ഡാറ്റയാണെങ്കിൽ ഓണിലാണ് ഉള്ളത്. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ മൊബൈൽ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു പണി കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ മൊബൈൽ കിട്ടി, നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കണമല്ലോ, അതിനെന്ത് ചെയ്യും? നമുക്ക് വീണ്ടും സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഞാൻ ഇതൊക്കെ ക്ലോസ് ചെയ്യാണ്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നേരത്തെ പോയ അതേ ഓപ്ഷൻ തന്നെ കണക്ഷൻസിൽ പോവുക, ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മൊബൈൽ നെറ്റ്വർക്ക്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ആക്സസ് പോയിൻ്റ് നെയിംസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളിവിടെ വലതുവശത്ത് മുകളിൽ 3 ഡോട്ട്സ് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ റീസെറ്റ് ടു ഡിഫോൾട്ട് എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം റീസെറ്റ് കൊടുക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ പഴയ കണക്ഷൻ വന്നു, അതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റഡ് ആയിട്ടുമുണ്ട്. മൊബൈൽ ഡാറ്റ ഇവിടെ ഓണിലുമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യാം. കൃത്യമായിട്ട് ഇത് വർക്കാകുന്നുമുണ്ട്.
ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.